മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു ചോദിച്ചു, യാ മൂസാ, നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, സ്വല്ലൈതു ലക വസുംതു ലക. താൻ ചെയ്യുന്ന ആരാധന കർമ്മങ്ങളെ ഒന്നൊന്നായി എണ്ണി പറയാൻ വേണ്ടി തുടങ്ങി മൂസാ നബി അലൈഹിസ്സലാം. അള്ളാഹു പറഞ്ഞു, അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്, എനിക്ക് വേണ്ടി എന്താ ചെയ്തത്? മൂസാ ബുകാഅൻ ശദീദ്. മൂസാ നബി അലൈഹിസ്സലാം പൊട്ടിക്കരഞ്ഞു പോയി. റബ്ബേ, നിനക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ലേ എന്ന്, നിനക്ക് ചെയ്യേണ്ടത് എന്താണ് റബ്ബേ എന്ന് ചോദിച്ചു. ഭക്ഷണം കഴിക്കാനില്ലാത്തവന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? ദാഹിച്ചവനിക്ക് വെള്ളം കൊടുത്തിട്ടുണ്ടോ? ഉടുതുണിയില്ലാത്തവനിക്ക് നീ ഉടുപ്പിച്ചിട്ടുണ്ടോ? ആക്രമിക്കപ്പെട്ടവനെ, ഒരുത്തൻ ആക്രമിച്ചുകൊണ്ടിട്ട് അവനെ പോയിട്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ? അവന് സഹായിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, സാദാത്തുകൾ, ആലിമീങ്ങൾ, അവരെ നീ ആദരിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നീ എനിക്ക് ചെയ്യുന്ന അമലാണെന്ന് സർവശക്തനായ അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു. നോക്കണം, നാം നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ പോരാ. ഈ ജീവിതമുണ്ടല്ലേ, മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ജീവിതമായി തീരുന്നത്. ഇവിടെ ഞങ്ങളിരുന്ന ഈ മജ്‌ലിസുൻ നൂറിന്റെ ഈ സ്റ്റേജും ഞങ്ങൾ ഇരിക്കുന്ന ഈ സ്ഥലവും ആര് തന്നതറിയോ? ആരോ ഒരു ഉപ്പാന്റെ മകനാ, മൊയ്തുംകുട്ടി ഹാജി കൊട്ലിപ്പേട്ടെ. അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് കുഞ്ഞി രോഗത്തിലാണ്. 5 പൈസ നമ്മളോട് ചോദിച്ചില്ല. അതിന്റെ രജിസ്റ്ററിന്റെ സമയത്ത് ഞാനും സിദ്ദീഖ് അവറുകളും പോയി, ഒരു വീട്ടില് 3-4 ആൾക്കാർ പോയി. ഞങ്ങൾ നടന്നോളി, ഞാൻ വന്നിട്ട് ചെയ്തു തരാല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് രജിസ്റ്റർ ചെയ്ത് തന്നു. അവരുണ്ടാക്കിയതാണിത്, അതിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഈ പള്ളിയുടെ സ്ഥലം 50 കൊല്ലം മുന്നേ ഞാൻ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൊടിയാക്ക, KP അബ്ദുള്ളാക്ക, സുലൈമാനാക്ക, അതുപോലെ തന്നെ ഇസ്മായിലാക്ക, ഇങ്ങനെ ഒരുപാട് മഹാന്മാർ അവരെ പറ്റി ചിന്തിച്ചില്ല. ഏതോ വാടക വീടിൽ അവർ താമസിച്ചു, നമുക്ക് വേണ്ടി സൗകര്യം ഒരുക്കി തന്നു. അവിടെ ഞങ്ങളൊക്കെ പഠിച്ചു, മുതഅല്ലിമീങ്ങളായി, ഉസ്താദന്മാരായി, പള്ളികളിൽ ജോലി ചെയ്യുന്നവരായി, നിസ്കരിക്കാൻ പഠിച്ചു, ഒക്കെ പഠിച്ചു. ഈ ഓർമ്മകൾക്ക് വേണ്ടിയാണ് ഈ മജ്‌ലിസുൻ നൂർ. ഓർമ്മകൾ മായാതെ സൂക്ഷിക്കുക. നമുക്ക് പറ്റിയ അബദ്ധം എന്തറിയോ? ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോയി, കടന്നു വന്ന വഴികൾ മറന്നു കളഞ്ഞു. നമ്മെ സഹായിച്ചവർ, നമുക്ക് ഭക്ഷണം തന്നവർ, നമ്മെ നാമാക്കി മാറ്റിയവർ, നമുക്ക് ഈ സ്ഥലം തന്നവർ, ആരിഫീങ്ങൾ, ആലിമീങ്ങൾ, ഉസ്താദന്മാർ, മശായിഖന്മാർ, ഇവരൊക്കെ മറന്നുപോയി. ഈ ഓർമ്മകളെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ മജ്‌ലിസുൻ നൂർ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാട്ടിൽ എന്തൊക്കെ നടക്കുന്നു? ഇന്ന് വീട്ടിൽ നിന്ന് ഒരു കുട്ടി പുറത്തു പോയാല് ആ കുട്ടി പുരക്ക് ഏത് രീതിയിൽ മടങ്ങി വരുന്നെന്ന് നമുക്കറിയില്ല. ഞങ്ങൾ വയതിൽ കേട്ടിട്ടില്ലേ, ഞങ്ങളെ മക്കള് ഞങ്ങൾ ഇൽമു പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, അവർ ജാഗ്രതരാക്കി വളർത്തില്ലെങ്കിൽ ആഖിറത്തിൽ അവർ ഞങ്ങൾക്ക് ശത്രുക്കളായി മാറുമെന്ന്. ആഖിറത്തിൽ മാത്രല്ല, ദുനിയാവിൽ തന്നെ, ഞങ്ങളുടെ വീട്ടിൽ തന്നെ അവർ ഞങ്ങളുടെ ശത്രുക്കളായി മാറും. പത്രത്തിൽ കണ്ടിട്ടില്ലേ, സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ലേ? ഡ്രഗ്സ് എടുക്കുന്ന, കഞ്ചാവ് വലിക്കുന്ന ഒരു കുട്ടിയോട് ഉമ്മ പറഞ്ഞു, മോനെ നീ ഇതൊന്നും ചെയ്യണ്ട, ഇത് ആവശ്യമില്ല, എന്തിനു മോനെ നീ ഇതൊക്കെ ചെയ്യുന്നു പറഞ്ഞു. ഉമ്മ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കത്തി എടുത്തിട്ട് ബുദ്ധി ഉമ്മാനെ കൊന്നു കളഞ്ഞു. ഉപ്പ പറഞ്ഞു, പബ്ജി കളിക്കുന്ന കുട്ടികളോട് മൊബൈൽ കൊടുക്കണ്ട എന്ന് ഉമ്മനോട് പറഞ്ഞു. മൊബൈൽ കുടിക്കണ്ട മോനെ എന്ന് പറഞ്ഞു. ഉപ്പനെ കത്തിക്കൊണ്ട് കൊല്ലുകയാണ് ആ കുട്ടി ചെയ്തിട്ടുള്ളത്. ആഖിറത്തിൽ മാത്രല്ല, ദുനിയാവിൽ ഞങ്ങളുടെ വീട്ടിലും ഞങ്ങൾക്ക് സ്വൈരുണ്ടാവില്ല. ഞങ്ങളത്തെ ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്. ആ മക്കളെ നോക്കിയിട്ട് നമ്മളുടെ വിഖായയുടെ മക്കൾ, അതുപോലെ തന്നെ SKSSF കുട്ടികൾ, അവർക്ക് പറഞ്ഞു കൊടുക്കണം, അഫ്ദലുൽ ഇൽമി ഇൽമുൽ ഹാൽ. ഏറ്റവും വലിയ അറിവ് എന്തെന്നറിയോ? ചുറ്റുപാട് മനസ്സിലാക്കലാണ്, പ്രകൃതി മനസ്സിലാക്കലാണ്, സാഹചര്യം മനസ്സിലാക്കലാണ്. നാട്ടിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്,
ഈ സമുദായത്തിന് എന്തൊക്കെ വെല്ലുവിളികളുണ്ട്, ഈ സമുദായത്തെ എത്രത്തോളം അടിച്ചമർത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുന്ന നാട്ടിൽ ഒരു മഹല്ലിന്റെ ഉള്ളിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, ഞങ്ങളെ മക്കളെ ഹാലെന്ത്. ഇപ്പോഴും ചില ആൾക്കാർക്ക് നേരം പെടുത്തിട്ടില്ല. ഞങ്ങൾക്ക് ഗൾഫിന്ന് പൈസ വരുന്നുണ്ട്, ഞങ്ങളെ മക്കൾ ഗൾഫിൽ, ഞങ്ങൾക്ക് വീടുണ്ട്, സ്ഥലമുണ്ട്, നാട്ടിന്റെ കാര്യം ഞങ്ങൾക്ക് എന്തിനു വേണോ എന്ന് പറഞ്ഞിട്ട് സ്വന്തം കാര്യം ജിന്ദാബാദ് പറഞ്ഞിട്ട് നടക്കുന്ന കൂട്ടരുണ്ടല്ലേ, അവർക്കും ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ല, അവർക്കും ഈ സമുദായവുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്റെ SKSSFന്റെ വികായയുടെ കുട്ടികളെ, അവരോട് പോയി പറയ്, അഫ്ദലുൽ ഇൽമുൽ ഹാൽ, ഏറ്റവും നല്ല അറിവ് നാട്ടിനെ പറ്റി അറിയണം, സമുദായത്തെ പറ്റി അറിയണം, കഷ്ടപ്പെടുന്നവന്റെ കഷ്ടതകൾ മനസ്സിലാക്കണം, കണ്ണീരൊഴിക്കുന്നവന്റെ ആ കണ്ണീര് നാം